എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കും. ബുള്ളറ്റ് ഹാരിസ്. ഇതില് ജയിച്ചാ ജയിച്ചു, തോറ്റാ തോക്കില്ല. ബുള്ളറ്റ് പ്രേമിയായിട്ടുള്ള രാജു. എന്നെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ. തിരികെ കൊത്ത രാജു അല്ല, ഇത് വേറെ ഒരു പാവപ്പെട്ട രാജു, മെക്കാനിക്കാണ്. ഇടയ്ക്ക് കിട്ടണത് നല്ലതാ, പഠിക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമ. ഇതിൽ ഒന്നും ഗിമ്മിക്സ് ഒന്നും കളിച്ചിട്ടൊന്നുമില്ല. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് വൃത്തിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ കറക്റ്റായിട്ട് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്ന പെർഫോമൻസസ്, ധ്യാൻ ഉൾപ്പെടെ എല്ലാവരും. ധ്യാൻ ഉടനീളം ബിഗിനിങ് ടു ദ എൻഡ് ആ ക്യാരക്ടർ പിടിച്ചിട്ട് കോമാളിത്തരം കാണിക്കാത്ത, വെറുതെ അനാവശ്യ തമാശ പറയാത്ത, ജീവിതത്തെക്കുറിച്ചൊക്കെ സീരിയസ് ആയിട്ട് കാണുന്ന, എന്നാൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരായ നാട്ടുമ്പുറത്തുകാരൻ. ആ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ഉടനീളം ആ മീറ്റർ പിടിച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുന്നത് കോമഡിക്ക് വേണ്ടി കോമഡി ഇല്ല, അല്ലെങ്കിൽ പ്രേമമൊക്കെ ഇങ്ങനെ എടുത്തു പിടിക്കുന്ന ടൈപ്പ് പരിപാടിയില്ല. കുട്ടേട്ടാ, ഇനി എനിക്ക് എന്താണ് വേണ്ടത്? കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് മിമിക്രിക്കാരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഒരു കലാകാരനെ തളർത്തിയിട്ടിട്ട് മൂപ്പര് മെയിനാവുകയാണ്. മിമിക്രിക്കാർ അഭിനയിപ്പിച്ചു കഴിഞ്ഞുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ കയ്യിൽ നിന്ന് സാധനം ഇടും, കൗണ്ടർ ഇടും, അനാവശ്യമായിട്ട് ഡബ്ബിങ് സമയത്ത് വരെ കൗണ്ടർ ഇടും. ആയിക്കോട്ടെ, ഒരു മനുഷ്യനെ ഇറക്കി വിട്ടു അപമാനിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. പിന്നെ രഞ്ജി പണിക്കർ ഇതിൽ തീരെ എയർ പിടിച്ചിട്ടില്ല. ഫുൾ എയർ മൊത്തം ഒഴിച്ച് പുള്ളി വളരെ റിലാക്സ്ഡ് ആണ്. നല്ല ആക്ടിങ് ആയിരുന്നു. പുള്ളി ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നായിക പ്രയാഗ മാർട്ടിൻ, ലാസ്റ്റ് കണ്ടൊരു സിനിമയുണ്ട് ഡാൻസ് പാർട്ടി. അതിൽ പ്രയാഗ മാർട്ടിൻ്റെ കോപ്രായങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതായി പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയുള്ള കഥാപാത്രമല്ല. പ്രയാഗ മാർട്ടിൻ വളരെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രം. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിനിമ. പ്രത്യേകിച്ച് ഒന്നും ഇതിൽ പറയാനുമില്ല, പക്ഷേ മോശമാക്കി പറയാനും ഇല്ലാത്തൊരു ഒരു സാധാരണ സിനിമ. ഇതെന്റെ മാത്രമല്ല കേട്ടോ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ വികാരമാണ് ഈ കാണുന്ന ബുള്ളറ്റ്.